പൊതുമേഖലാ ബാങ്കുകൾ അവയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് എത്രയാണെന്ന് നമുക്ക് നോക്കാം. 2024 ഏപ്രിലിലെ പലിശ നിരക്കിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഇതിൽ പൊതുമേഖലാ ബാങ്കുകളുടെ പലിശ നിരക്കുകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മാത്രമല്ല ഏറ്റവും ഉയർന്ന പലിശ നിരക്കിനെ കുറിച്ച് മാത്രമേ ഞാൻ ഇതിൽ പ്രതിപാദിക്കുന്നുള്ളൂ. നിങ്ങൾക്കറിയാവുന്ന പോലെ കുറഞ്ഞത് 7 ദിവസം മുതൽ പരമാവധി 10 വർഷത്തേക്ക് വരെ നമുക്ക് ബാങ്കുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് നടത്താൻ സാധിക്കും. ഓരോ ബാങ്കിലെയും വ്യത്യസ്ത കാലാവധികൾക്കുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് വ്യത്യസ്ത നിരക്കാണ് നിലവിലുള്ളത്. എന്നാൽ ഈ ഒരു വീഡിയോയിൽ പൊതുമേഖലാ ബാങ്കുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന പലിശ നിരക്കിനെ കുറിച്ച് മാത്രമാണ് പ്രതിപാദിക്കുന്നത്. സ്ക്രീനിലെ ചാർട്ട് ശ്രദ്ധിക്കുക. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 2 വർഷം മുതൽ 3 വർഷത്തിൽ താഴെ വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് 7% പലിശ നിരക്കാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. മുതിർന്ന പൗരന്മാരാണെങ്കിൽ 7.5% നിരക്കിൽ പലിശ ലഭിക്കും. കാനറ ബാങ്ക് 444 ദിവസത്തേക്കുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് 7.25% പലിശ നൽകുന്നുണ്ട്. മുതിർന്ന പൗരന്മാരാണെങ്കിൽ 7.75% നിരക്കിൽ പലിശ ലഭിക്കും.